ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2407. ഇന്ന് ഓഗസ്റ്റ് മാസം 3-ാം തീയതി 215-ാമത്തെ ദിവസത്തിലെത്തി. 13ഓളം ആളുകളായിരുന്നു ആ സംഘത്തിലുണ്ടായിരുന്നത്. അവരുടെ അപ്പോഴത്തെ നേതാവ് ഒരു തച്ചനായിരുന്നു. അലഞ്ഞു നടക്കുന്നൊരു തച്ചൻ. അവന്റെ കയ്യിൽ ഒരു നാണയം പോലുമില്ല, വീടില്ല, ഉറ്റവരില്ല. അതെ, അമ്മമറിയുമൊക്കെ ഉണ്ട്. നമ്മളും ഈ ദിനങ്ങളിൽ അമ്മയോർമ്മകളിലൂടെ തന്നെയാണ് നീങ്ങുന്നത്. എന്നിട്ടും ആ മകനെ മാറി നിന്ന് നോക്കിയാല് സ്വന്തം എന്ന് പറയാൻ ഭൂമിയിൽ ആരുമില്ല. പിന്നെ പറയാൻ ആകപ്പാടെയുള്ളത് ഈ 12 ചങ്ങാതിമാരാണ്. മിക്കവാറും ഒപ്പം കൂടെയുണ്ട്. അവരുടെ മധ്യം നിന്നുകൊണ്ടാണ് ചോദിക്കുന്നത്, ഞാൻ ആരാണെന്ന് നീ പറയുക. യേശുവിന്റെ കാൽക്കൽ ഇരുന്നു കൊണ്ട് ഈ തിരുവചനം ഒന്ന് ധ്യാനിക്കണം, കേൾക്കണം. കണ്ണും പൂട്ടി ഈ ചോദ്യത്തിന് വ്യക്തിപരമായ ഒരു ഉത്തരം കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അന്നിങ്ങനെ ആ കടലോരത്തുകൂടി, ആ ഒരു ദേശത്തുകൂടി അലഞ്ഞു നടന്ന അന്നത്തെ തച്ചൻ ഇന്നെനിക്കാരാണ്. മറ്റുള്ള ആളുകളൊക്കെ ഒത്തിരി അറിവ് ഇദ്ദേഹത്തെ കുറിച്ച് എനിക്ക് തന്നിട്ടുണ്ട്. അതൊക്കെ തൽക്കാലം ഒന്ന് വിട്ടുകളഞ്ഞേ. സൺഡേ സ്കൂൾ അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപക പറഞ്ഞത്, വചന പന്തലിൽ നിന്ന് സുവിശേഷകർ വൈദികർ പറഞ്ഞത്, ഇനി ഞായറാഴ്ച വൈദികൻ പ്രസംഗപീഠത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, മാതാപിതാക്കൾ ചെറിയ പ്രായം മുതൽ കൈമാറിത്തന്ന കഥകൾ, വായിച്ച നല്ല കുറെ പുസ്തകങ്ങൾ, ഓരോരുത്തരും തങ്ങളുടെ തന്നെ അനുഭവത്തിൽ നിന്ന് ചില ഉത്തരം കണ്ടെത്തണ്ടേ. യേശു എനിക്ക് ആരാണ്? അറിവും അനുഭവവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അറിവ് ഒരു പ്രത്യേക ഘട്ടം വരെ നമ്മളെ പ്രകാശിപ്പിക്കും. പക്ഷെ ആത്യന്തികമായി നമ്മളെ സഹായിക്കാനായിട്ട് അനുഭവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. നിർഭാഗ്യവശാല് യേശുവിനെ കുറിച്ച് നമുക്ക് അറിവുണ്ട്, ഒട്ടും വ്യക്തിപരമായ അടുപ്പമോ അനുഭവമോ ഇല്ലാതെ പോകും. ഉള്ള അറിവ് കൊണ്ടൊക്കെ നമ്മളിങ്ങനെ തൃപ്തിപ്പെട്ട് നല്ല ക്രിസ്ത്യാനികളാണെന്ന ഭാവത്തിൽ ജീവിച്ചു പോരുക. വ്യക്തിപരമായി ഒരു കണ്ടെത്തൽ സംഭവിക്കുന്നില്ല. വ്യക്തിപരമായ ഒരു കണ്ടെത്തൽ സംഭവിക്കാത്തിടത്തോളം കാലം എന്റെ ക്രിസ്തു അനുഭവത്തിന് അതിനൊരു ജൈവികതയുണ്ടാവുമോ? വ്യക്തിപരമായി എങ്ങനെയാണ് ക്രിസ്തു അനുഭവത്തിലേക്ക് എത്തേണ്ടത്? അലഞ്ഞു നടക്കുന്ന ഈ മനുഷ്യനെ നോക്കി അന്ന് പത്രോസിന് എങ്ങനെയാണ് പറയാൻ തോന്നിയത്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹ? അതൊരു തിരിച്ചറിവാണ് കേട്ടോ. എൻ്റെ മോഹഭംഗങ്ങളിൽ നിന്ന്, എൻ്റെ ആകുലതകളിൽ നിന്ന്, എൻ്റെ ഏകാന്തതയിൽ നിന്ന്, വിഷാദത്തിൽ നിന്ന്, ഭീതിയിൽ നിന്ന്, ഇവയിൽ നിന്നൊക്കെ എന്നെ രക്ഷിക്കാൻ പോകുന്ന എൻ്റെ വിമോചകന്റെ പേരാണ് നീ എന്ന് പറയാനായിട്ട്, യേശു എന്ന് പറയാനായിട്ട് ഞാൻ എപ്പോഴാ പഠിക്കുക, പാകപ്പെടുക, പരുവപ്പെടുക? ഈ ദിനങ്ങൾ അതിന് എന്നെയും കൂടി ഒന്ന് പ്രാപ്തനാക്കണമേ. ആമേൻ.